ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറേബ്യൻ സ്വീറ്റായ ഡംപ്ലിങ്സ് അല്ലാന്നുണ്ടെങ്കിൽ ലുക്കേമ്യത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡംപ്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിക്ക് ആദ്യം തന്നെ ഞാൻ 1.5 കപ്പ് 250 ml കപ്പിൽ 1.5 കപ്പ് ഇളം ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 1.5 കപ്പ് കറക്റ്റ് 1.5 കപ്പ് വെള്ളം വേണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ്. ഞാനിപ്പം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പം ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. എനിക്ക് സംഭവം മറന്നു പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ്. ഇനിയിപ്പോൾ ഇത് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഒരു 5 മിനിറ്റ് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മൈദയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാനിപ്പം 250 ml കപ്പിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം കുറച്ച് അളവ് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൈദൻ്റെ. പിന്നെ എനിക്ക് വീണ്ടും മൈദ ആവശ്യം വന്നേരം കറക്റ്റ് 250 ml കപ്പിൽ 2 കപ്പ് മൈദ ആവശ്യം ഉണ്ടായിട്ടുണ്ടായിന്. എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണ്. അപ്പോൾ ഇതാ കോൺഫ്ലോർ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നാലാണ് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക നമ്മുടെ ഡംപ്ലിങ്സ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ്. പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനീ പറഞ്ഞ അളവ് കറക്റ്റ് ഫോളോ ചെയ്യുക. എന്നാൽ നമ്മൾ ഗൾഫിലെല്ലാം കിട്ടുന്ന ആ ഒരു ട്രഡീഷണൽ അവരുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ലുക്കൈമിയത്ത് ഡംപ്ലിങ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ പാൽപ്പൊടി ചേർത്ത ശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഡ്രോപ്സ് വനില എസെൻസ് ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇത് കുഴച്ചെടുക്കുമ്പം നല്ലോണം ശ്രദ്ധിക്കുക. നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നല്ലോണം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ നല്ലോണം ടൈറ്റായിട്ടും വേണ്ട എന്നാൽ നല്ലോണം ലൂസായിട്ടും വേണ്ട. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അളവിൽ കുഴച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലീവ് ഓയിൽ ആകുമ്പം ആ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാവണ്ടേ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ കൈവച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കറക്റ്റ് 1 മണിക്കൂർ ഇത് പൊങ്ങാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യുക. ചൂടെല്ലായതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പം 1 മണിക്കൂറല്ല 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. കാര്യം കുറച്ച് പണികൾ ഉണ്ടായിട്ടുണ്ടായിന്. എന്നിട്ടാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പം 1 മണിക്കൂർ മതി കേട്ടോ പൊങ്ങി വരാൻ വേണ്ടിക്ക്. ഇത് പൊങ്ങി വന്നിട്ടൊന്ന് താഴ്ന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിൽ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ ഒന്ന് നനച്ചെടുക്കുക. നമ്മൾ ഉഴുന്ന് വട ചെയ്യൂലേ അതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. നല്ല റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഉഴുന്ന് വടയെല്ലാം ചെയ്യുന്ന പോലെ. ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഉഴുന്ന് വടേൻ്റെ പെർഫെക്റ്റ് റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഇർഫാന ഷംഷീർ ഉഴുന്ന് വട റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്ത് തന്നാൽ കിട്ടും കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണത്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കലാണ്. പൈപ്പിംഗ് ബാഗിൻ്റെ താഴ്ഭാഗം കട്ടാക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് വലിയ രീതിയിൽ തന്നെ. എന്നിട്ട് കൈയൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് പച്ചവെള്ളം വെച്ചിട്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് നല്ല ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കലാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണ്ട. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. എന്നാലാണ് ഉൾഭാഗം കുക്കായിട്ട് വരാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡംപ്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നല്ലോണം പൊങ്ങി വരും കേട്ടോ. അപ്പം തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടിട്ട് ഈ ഒരു കളറായി കഴിഞ്ഞാൽ കോരി മാറ്റുക. ഇത് കാണാൻ നമ്മുടെ ഗുലാം ജാമിൻ്റെ ലുക്ക് ഉണ്ടാവുമെങ്കിലും അതിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഡൊണട്ട്സിൻ്റെ എല്ലാം ടേസ്റ്റ് ഉണ്ടാവും. അതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഡോണറ്റ്സിൻ്റെ എല്ലാം പെർഫെക്റ്റ് റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇർഫാന ഷംഷീർ ഏത് റെസിപ്പി നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിലും ഇർഫാന ഷംഷീർന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ഇതും കൂടി ഞാൻ ഇട്ട് കൊടുക്കലാണ്. ആദ്യത്തേത് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ ഞാൻ കൈയൊന്ന് നനച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോരോ ബോൾസ് ആക്കിയിട്ട് നമ്മൾ കൈ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബോളായിട്ട് തന്നെ ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ ഈസിയാണ്, ഉണ്ടാക്കാനും നല്ല രസമാണ്, കഴിക്കാനും ഇതുണ്ടാക്കുമ്പോൾ ആ ഒരു സ്മെല്ലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഗൾഫിലെല്ലാം പോയി കഴിഞ്ഞാൽ അവർ ട്രഡീഷണലായിട്ട് അവരുടെ അറബ്സ് അവർ കുക്ക് ചെയ്യുന്നത് തന്നെ കാണൂലേ, നല്ല രസമല്ലേ കാണാൻ വേണ്ടിക്കും, അത് ചൂടോടെ കഴിക്കാൻ വേണ്ടിക്കും. ഇത് ഷുഗർ സിറപ്പിലും തേനിലും എല്ലാം കഴിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പിൽ ഒന്ന് ഇട്ട് വെക്കണം, ഒരു അരമണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെല്ലാം ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കണം. എന്നിട്ട് ഇത് ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യലാണ്. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലോ. 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം, കുറച്ച് ലെമൺ, പിന്നെ എന്താ പറയുക റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് എല്ലാം ചേർത്തിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കുക. ഏലക്കായ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് അറിയുന്നതുകൊണ്ട് ഞാനത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, വീഡിയോ കൂടുതൽ ലെങ്തി ആയിപ്പോവും. എന്നിട്ട് കുറച്ച് എള്ളും കൂടി, വെളുത്ത എള്ളില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡംപ്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഇപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ കഴിയുന്ന അത്രയും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഇതിൽ കാണിച്ചു തന്നത്. പിന്നെ ഈ ഒരു റെസിപ്പിയെല്ലാം ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ചെയ്ത റെസിപ്പി തന്നെ വീഡിയോ തന്നെയാണ്. പക്ഷെ എൻ്റേതായ റെസിപ്പിയാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഷെയർ ആക്കി തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.